നേര്യമംഗലത്ത് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാ രാമകൃഷ്ണന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെയും എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അടക്കം 14 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പ്രതികൾക്ക് അനുവദിച്ച ഇടക്കാല ജാമ്യം തുടരും. അതേസമയം ആശുപത്രി വളഞ്ഞ മൃതദേഹം കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിലും അക്രമ സംഭവങ്ങൾ സൃഷ്ടിച്ചതിലും യുഡിഎഫിനെതിരെ ജനരോഷം ശക്തമാണ്. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിരാ രാമകൃഷ്ണന്റെ ആകസ്മിക വേർപാടിൽ ഹൃദയം തകർന്ന മകൻ ഷിബു നോക്കി നിൽക്കുമ്പോഴായിരുന്നു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മൃതദേഹം ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോയത്. ജനപ്രതിനിധികളിൽ നിന്ന് ഇത്തരമൊരു മനുഷ്യത്വരഹിത നീക്കം മകനും പോലീസും പ്രതീക്ഷിച്ചിരുന്നില്ല. മൃതദേഹം കാണണമെന്ന് പറഞ്ഞാണ് മോർച്ചറിക്കുള്ളിൽ ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ കയറിപ്പറ്റിയത്. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം പ്രവർത്തകരും മോർച്ചറിക്കുള്ളിലെത്തി. തുടർന്ന് പോലീസിന് നേരെ തിരിഞ്ഞു. ബലപ്രയോഗത്തിലൂടെ സ്ട്രെച്ചർ സഹിതം മൃതദേഹം കൈക്കലാക്കി. മണിക്കൂറുകളോളം കോൺഗ്രസുകാർ പ്രദേശത്ത് അഴിഞ്ഞാടി. ഗതാഗതം സ്തംഭിപ്പിച്ചു. പൊതുമുതൽ നശിപ്പിച്ചു. പോലീസിനെ ആക്രമിച്ചു. വന്യജീവി വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്നതിനാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടുന്നതിൽ ഭരണഘടനാപരമായ പരിധികളുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പാർലമെൻറ്റിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് എംപിമാർ തയ്യാറാകുന്നില്ല എന്നത് പ്രത്യേകം നോക്കിക്കാണണം. പ്രതിഷേധ സമരം എന്ന പേരിൽ അക്രമസമരം അഴിച്ചുവിടുമ്പോൾ UDFിൻ്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് ലാഭമെന്ന് വ്യക്തം. കൈരളി ന്യൂസ്, കൊച്ചി.